നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റാഫിഞ്ഞയുടെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ വളരെ രസകരമായ കുറേ കാര്യങ്ങൾ ബാഴ്സലോണ താരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊന്ന് ഗാവിയെക്കുറിച്ചാണ്, മറ്റൊന്ന് യമാലിനെക്കുറിച്ചാണ്. ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബിഹൈൻഡ് ദി സീനിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇതാ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഗാവിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, ഗാവി എപ്പോഴും കാര്യങ്ങളൊക്കെ മറക്കും. പാസ്പോർട്ട് മറക്കും, ഹെഡ്ഫോൺ മറക്കും, ബാഗ് മറക്കും. ഇങ്ങനെയുള്ള ഒരാളാണ്. ഞങ്ങളെല്ലാം ഇപ്പോഴും എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര ഒക്കെ പോകുന്ന സമയത്ത്, അതായത് ടീം ബസ്സിലും മറ്റുമൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് നിർത്തിയിട്ട് അവൻ്റെ സാധനങ്ങൾ തിരയലാണ് പണി. യൂഷ്വലി കിറ്റ്മാൻ ഡ്രസ്സിങ് റൂമിൽ സെർച്ച് ചെയ്തിട്ട് അവൻ്റെ സാധനങ്ങൾ എടുത്തു കൊണ്ടുവരും. ബസ്സിലാണെങ്കിലോ ഞാൻ എല്ലാവരും ഇറങ്ങിയാലും ഞാൻ അവിടെ ഇരുന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യും അവൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഇവിടെ ബസ്സിൽ മറന്നു വെച്ചിട്ടുണ്ടോ എന്ന്. ഇതാണ് അവൻ്റെ ഒരു സ്വഭാവം എന്ന് ഗാവിയെക്കുറിച്ച് റാഫിഞ്ഞ തുറന്നു പറയുന്നു. അതേസമയം യമാലിനെ കുറിച്ച് പറയുന്നത്, യമൽ എല്ലായ്പ്പോഴും അവൻ്റെ ഫോണിലായിരിക്കും. ടിക്ടോക്ക്, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, മ്യൂസിക് എല്ലായ്പ്പോഴും അവൻ ഹെഡ്ഫോൺ വെച്ചിട്ടാണ് നമുക്ക് അവനെ കാണാൻ പറ്റുക. മോർണിംഗിൽ എല്ലായ്പ്പോഴും അവന് ഒരു ഉറക്കച്ചടവിലായിരിക്കും, സ്ലീപ്പി ആയിരിക്കും. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അവൻ വളരെ വൈകിയാണ് ഉറങ്ങാൻ പോകുന്നതെന്നാണ്. അവൻ ഉറങ്ങുന്നത് വളരെ വൈകിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ പാർട്ടിക്കൊന്നും അങ്ങനെ പോവാറില്ല, പക്ഷേ രാത്രി മുഴുവൻ അവൻ ഫോണിൽ നോക്കിയിരിക്കും. അതാണ് യമാലിൻ്റെ ഒരു സ്വഭാവം എന്നിപ്പോൾ റാഫിഞ്ഞ പറയുന്നു. ഏതായാലും ബാഴ്സയിലെ യുവതാരങ്ങളെക്കുറിച്ച് അവിടുത്തെ സീനിയർ താരങ്ങളിലൊരാളായ റാഫിഞ്ഞ കൃത്യമായ നിരീക്ഷണങ്ങളാണ് നടത്തുന്നത്. ബിഹൈൻഡ് ദി സീനിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ, നമ്മൾ ഈ കളിക്കളത്തിലുള്ള കാര്യങ്ങളല്ല അറിയുള്ളൂ. അതിനുള്ളിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.